Hunger is a feeling that we cannot explain. Here we are discussing such a poem, the poem Hunger by Jayanta Mahapatra. Jayanta Mahapatra is a famous Indian English writer, and here we are discussing the poem Hunger by Jayanta Mahapatra. It is a chapter that is included in the paper New Literature in English. It is for the 6th Sem BA students of Calcutta University. Calcutta University final year സ്റ്റുഡൻസിന്റെ പേപ്പറാണ്, അവരുടെ ചാപ്റ്ററാണ് ഹങ്കർ എന്ന ഈ കവിത. The poem Hunger by Jayanta Mahapatra is about the hunger of sex and the sexual desire at the beginning and the hunger of stomach at the end that leads people to do anything. ഇതില് ഹങ്കർ എന്ന ഈ ടൈറ്റിൽ തന്നെ അതിന് പ്രാധാന്യമുള്ളതാണ്. ഫസ്റ്റ് വൺ ഇതിന്റെ തുടക്കത്തില് ഇറ്റ് explains the hunger of the body, that means the hunger for sexuality, and in the second part or in the last part the poet describes the hunger of stomach, വയറിന്റെ വിശപ്പ്. യാഥാർത്ഥ്യവും അതേപോലെ തന്നെ ആ ഒരു ഇമാജിനറി വേൾഡും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് നമുക്കിവിടെ കാണാൻ സാധിക്കും. The poem has 4 stanzas having 5 lines in each stanzas. 4 സ്റ്റാൻസയാണ്, ഓരോ സ്റ്റാൻസയിലും 5 വരികളുണ്ട്. ആൻഡ് ദർ ഇസ് നോ പ്രോപ്പർ റൈം സ്കീം. ഈ കവിതയിൽ പ്രത്യേകിച്ച് ഒരു റൈം സ്കീം ഇല്ല. ആൻഡ് ദ സ്പീക്കർ ഇസ് ദ പോയറ്റ് ഹിംസെൽഫ്. ഇതിലെ സ്പീക്കർ കവി തന്നെയാണ്. ഈ കവിതയിൽ നമ്മൾ പറഞ്ഞു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ് ഇതിന്റെ പ്രാധാന്യം. ആൻഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ പോയറ്റ് സീസ് ദാറ്റ് ഹി കുഡ്ന്റ് ബിലീവ് ദാറ്റ് ഹി ഹാഡ് എ സ്ട്രോങ് സെക്ഷുവൽ ഡിസയർ. ഈ കവിതയുടെ തുടക്കത്തിൽ 2 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാം. ആൻഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ സെക്ഷുവൽ ഹങ്കർ, ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദി ഹങ്കർ ഓഫ് സ്റ്റൊമക്, ആൻഡ് ദാറ്റ് ഈസ് ഓഫ് ദ ഫിഷർമാൻ ആൻഡ് ഹിസ് ഡോട്ടർ. ഇതിലെ മറ്റു കഥാപാത്രങ്ങളാണ് ഫിഷർമാനും അയാളുടെ 15 വയസ്സുള്ള മകളും. അവരുടെ വിശപ്പ്, വയറിന്റെ വിശപ്പാണ് മറ്റൊരു സെക്ഷനിൽ പറയുന്നത്. ആദ്യത്തേത് കവിയുടെ sexual desire ആണ് ആദ്യത്തെ പാർട്ടിൽ പറയുന്നത്. Then we can move on to the poem. It was hard to believe the flesh was heavy on my back. The fisherman said, will you have her, carelessly trailing his nets and his nerves, as though his words sanctified the purpose with which he faced himself. I saw his white bone thrash his eyes. നോക്കാം, ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ പറഞ്ഞു this poem contains 4 stanzas and there are 5 lines in each stanza. ഓരോ സ്റ്റാൻസയിലും 5 വരികളാണ്, 4 സ്റ്റാൻസയാണുള്ളത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ it was hard to believe the flesh was heavy on my back. That means he has a strong sexual desire, and it is very difficult to believe that he is struggle or he is in struggle with this sexual desire. അദ്ദേഹം പറയാണ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം എനിക്ക് വളരെയധികം ആ ഒരു സെക്ഷൽ ഡിസയർ കൂടുതലായിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹി ഈസ് സെർച്ചിങ് ഫോർ റിലീസിങ് ഹിസ് സെക്ഷൽ ഡിസയർ. ആ ഒരു സെക്ഷൽ ഡിസയർ ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഒരു മാർഗങ്ങൾ അന്വേഷിക്കുകയാണ്. ആ സമയത്താണ് ഹി മീറ്റ്സ് എ ഫിഷർമാൻ. അദ്ദേഹം ഒരു ഫിഷർമാനെ കണ്ടുമുട്ടുന്നു. ആൻഡ് ദ ഫിഷർമാൻ സെഡ്, ചോദിച്ചു, എന്താണ് ചോദിച്ചത്? വിൽ യു ഹാവ് ഹർ? നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം, അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. ദാറ്റ് മീൻസ് ഹി ഈസ് പിമ്പിങ്. ഇവിടെ ഒരു പിമ്പിങ് നടത്തുകയാണ് അദ്ദേഹം. ചോദിച്ചു, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സാധിച്ചു തരാം. ആൻഡ് കെയർലെസ്ലി ട്രെയിലിംഗ് ഹിസ് നെറ്റ്സ്, ആൻഡ് ഹി ഈസ് ട്രെയിലിംഗ് മീൻസ് റിപ്പയറിംഗ് ഹിസ് നെറ്റ്സ്. അദ്ദേഹം ഫിഷർമാൻ ആണ്, അദ്ദേഹം വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കെയർലെസ് ആയിട്ട് ചോദിച്ചു. ആൻഡ് ഹിസ് നെർവ്സ് മീൻസ് ഹി ഈസ് വെരി നെർവസ്, ഹി ഈസ് വെരി വീക്ക്. നെർവസ് എന്നുള്ള വാക്കിന് മീനിങ് ഇവിടെ വളരെ വീക്കാണ് അദ്ദേഹം. ഇവിടെ വിശപ്പ് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് വളരെ വീക്കായ ഒരു മനുഷ്യൻ, പ്രായം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും വീക്കായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ പഴയ വല നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതൊക്കെ സിംബോളിക് സിഗ്നിഫിക്കൻസ് ആണ്. പഴയ വല, റിപ്പയറിംഗ് ഹിസ് നെറ്റ്സ് എന്നുള്ളത് അത്രത്തോളം പഴക്കമുള്ള വല എന്നുള്ള അർത്ഥത്തിലുണ്ട്. അതോടൊപ്പം തന്നെ
it is എന്താണ് ഇറ്റ് നീഡ്സ് എ റിപ്പയർ ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസ്. ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് ഉള്ള ആ ഒരു വീക്ക്നെസ് പോലെ തന്നെ വലയ്ക്കും ആ ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ആസ് ദോ ഹിസ് വേർഡ്സ് സാങ്ക്ടിഫൈഡ് ദ പേർപ്പസ് വിത്ത് വിച്ച് he faced himself and his words reflect his condition. അദ്ദേഹത്തിന്റെ ആ ഒരു വിശന്ന് വലഞ്ഞ ആ ഒരു അവസ്ഥ, ആ വിശപ്പിന്റെ കാഠിന്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അദ്ദേഹത്തിന്റെ വാക്കുകളും ഒരു ഷിവറിംഗ് വേർഡ്സ് ആണ്. ആ വാക്കുകളിൽ നിന്ന് വി ക്യാൻ ഐഡന്റിഫൈ ഹിസ് ഹങ്കർ. ആൻഡ് ഐ സോ ഹിസ് വൈറ്റ് ബോൺ ക്രാഷ് ഹിസ് ഐസ്. പെട്ടെന്നൊരു കണ്ണിലൊരു തിളക്കം ഞാൻ കണ്ടു. ദാറ്റ് മീൻസ് ഹി മീൻസ് എ റിച്ച് പേഴ്സൺ. റിച്ച് പേഴ്സൺ അല്ല എങ്കിലും ഹി നീഡ്സ് മണി. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു കഷ്ടപ്പാട് കൊണ്ടാണ് ചോദിച്ചത്, ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തരാം, ഇങ്ങനെ സെക്ഷൽ ഡിസയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഡിസയർ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരവസരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്ന സമയത്ത് ആ ഒരു പ്രതീക്ഷയുടെ ആ ഒരു തിരുനാളം അദ്ദേഹത്തിന്റെ കണ്ണിൽ കാണാൻ സാധിച്ചു. ദാറ്റ് മീൻസ് ഹി നീഡ്സ് മണി. അത്രത്തോളം പണത്തിന് ആവശ്യമുള്ള ഒരു അവസ്ഥയാണ്. And I followed him across the sprawling sands. So here the point, the speaker says that he is in urgent desire, or he is in urgent need of sexual satisfaction. So he followed that man. ആ മനുഷ്യന്റെ പുറകെ പോയി. across the sprawling sands, പടർന്നു കിടക്കുന്ന ആ മണൽത്തരികളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയി. ആ ഫിഷർമാന്റെ കൂടെ പോയി. And my mind throbbing in the flesh's sling, and my mind was throbbing. എൻ്റെ ഹൃദയം അല്ലെങ്കിൽ എൻ്റെ മനസ്സ് തുടിക്കാൻ തുടങ്ങി because of happiness. കാരണം ആ ഒരു അനുഭൂതിയിൽ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന ആ ഒരു ആശയത്തിൽ എൻ്റെ മനസ്സ് ആഗ്രഹിക്കാൻ തുടങ്ങി. And hope lay perhaps in the burning the house I lived. And at the same time he thinks of his house. തൻ്റെ വീടിനെ കുറിച്ച്, തൻ്റെ കുടുംബത്തെ കുറിച്ചും ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു. And silence gripped my sleeves. പെട്ടെന്ന് ഒരു നിശബ്ദത അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് വന്നു. അതുവരെ തുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു അനുഭൂതിയിൽ തുടിച്ചുകൊണ്ടിരുന്ന ഹൃദയം പെട്ടെന്ന് വീടിനെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച് ഓർത്ത സമയത്ത് നിശ്ചലമായി. And his body clawed at the throat, and his old nets had only dragged up from the seas. And at this time the fisherman sees, or the fisherman's body sees clawed at the throat. That means he is moving forward. അദ്ദേഹം ഈ സ്പീക്കറുടെ മുന്നിലൂടെ പോവാണ്. അദ്ദേഹത്തിന്റെ ആ നടത്തത്തിൽ തന്നെ ഒരു ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യന്റെ ആ ഒരു ക്ഷീണം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു ക്ഷീണം കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഹിസ് ഓൾഡ് നെറ്റ്സ് ഹാഡ് ഓൺലി ഡ്രാഗ്ഡ് ഫ്രം ദ സീ. അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ വല കാണുമ്പോൾ തന്നെ കടലിൽ നിന്നും പിടിച്ചു കയറ്റിയിട്ടേ ഉള്ളൂ ആ വല. ആ വലയിൽ പക്ഷെ ഒന്നും വെട്ടിട്ടില്ല. അങ്ങനെ ദ്രവിച്ച് കീഴാറായ ഒരു വലയുമാണുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിൽ, വളരെ പഴകിയ ഒരു അവസ്ഥയിൽ, ദാരിദ്ര്യം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. ആൻഡ് ഇൻ ദ ഫ്ലിക്കറിംഗ് ഡാർക്ക് ഹിസ് ഹട്ട് ഓപ്പൺഡ് ലൈക്ക് എ ബൂട്ട്. അങ്ങനെ അവർ മുന്നോട്ടേക്ക് പോയി. അങ്ങനെ ഒരു കുടിലിന്റെ മുന്നിൽ വന്നു നിന്നു. ആൻഡ് ഇൻ ദ ഫ്ലിക്കറിംഗ് ഡാർക്ക് ദർ എക്സിസ്റ്റ് ഡാർക്ക്നെസ്. ആ ഒരു കുരിയിരുട്ട്, ആ കുരിയിരുട്ടിൽ ഹിസ് ഹട്ട് ഓപ്പൺഡ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ വൂഡ്. ഒരു മുറിവ് തുറക്കുന്ന പോലെ ആ ഒരു ഹട്ട് തുറന്നു, ആ ഒരു കുടില് തുറന്നു. ഹിയർ വി ക്യാൻ സീ ദ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി. നമുക്ക് സിമിലി എന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് കാണാം. The hut, the opening of the hut is compared to a wound. And the wind was high, and the dark night and day before. And I can see the wind. Here the poet compares himself as a wind. ഞാനൊരു കാറ്റ് പോലെയാണ്. And the days and nights before. And I can see days and nights before, and I can see the past days before me. എൻ്റെ മുന്നിൽ എനിക്ക് കഴിഞ്ഞ കാലങ്ങൾ കാണാൻ സാധിക്കും. ഒരു കാറ്റ് പോലെ വന്ന ഞാൻ പെട്ടെന്ന് കണ്ടത് എന്താണ്? ഈ കുടില് തുറന്നതാണ്. കുടില് തുറന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഒരു വൂണ്ട് പോലെയാണ്, ഒരു മുറിവ് തുറന്ന പോലെയാണ്.
നല്ലോണം മുറിഞ്ഞ ഒരു മുറിവ് തുറക്കുമ്പോഴുള്ള അവസ്ഥ പോലെയാണ് എനിക്ക് ആ കുടിൽ തുറന്നപ്പോൾ തോന്നിയത്. ആൻഡ് പാം ഫ്രോൺസ് സ്ക്രാച്ച്ഡ് മൈ സ്കിൻ. ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് പാം ഫ്രോൺസ്, അവിടെ ആ ഓലമേഞ്ഞ അല്ലെങ്കിൽ ആ ഒരു പുല്ലുമേഞ്ഞ ആ ഒരു ഹട്ടാണ്, അതിന്റെ ഈർക്കിലുകൾ എന്നെ കുത്താൻ തുടങ്ങി. ആ ഓലപ്പുരയിലെ ഈർക്കിലുകൾ എന്റെ ദേഹത്ത് കുത്താൻ തുടങ്ങി. അത്രത്തോളം പോളിഷ്ഡ് അല്ലാത്ത ഒരു ഹട്ടാണ്, അവിടുത്തെ ഈർക്കിലുകൾ എന്നെ കുത്താൻ തുടങ്ങി. ആൻഡ് ഇൻസൈഡ് ദ ഷാക്ക് the oil lamp displayed the hours bunched to those walls. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ വിളക്ക് കത്തുന്നുണ്ട്. ആ ഹട്ടിന്റെ ഉള്ളില്, ആ ഹട്ടിന് ചുറ്റും എന്താണ്, ഓലപ്പുരയാണ്. ആ ഓലപ്പുരയിലെ ഈർക്കിലുകൾ എന്റെ ദേഹത്ത് കൊള്ളുന്നു. അതേപോലെ അതിനുള്ളിലേക്ക് കടന്ന സമയത്ത് ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ആ വിളക്കിന്റെ ചെറിയ വെളിച്ചം ആ ചുമരിൽ കാണാൻ സാധിക്കും. ആ നിഴലുകൾ ചുമരിൽ കാണാൻ സാധിക്കും. അത്രത്തോളം ചെറിയ വെളിച്ചമാണ്, ചെറിയ വിളക്കാണ്. ആൻഡ് ഓവർ ദ സ്റ്റിക്കി റൂട്ട് ക്രോസ് ദ സ്പേസ് ഓഫ് മൈ മൈൻഡ്. ആൻഡ് ഓവർ ദാറ്റ് മീൻസ് again and again ദാറ്റ് സ്റ്റിക്കി സൂട്ട്, ആ കുത്തുന്ന ആ മുള്ളുകൾ അല്ലെങ്കിൽ ആ ഈർക്കിലുകൾ എന്റെ മനസ്സിനെയും എന്റെ ശരീരത്തെ കുത്തിയ ആ ഈർക്കിലുകൾ എന്റെ മനസ്സിനെയും കുത്താൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഹി ബിഗാൻ ടു ഫീൽ ട്രിക്ക് ഓഫ് കോൺഷ്യസ്. അദ്ദേഹത്തിന്റെ കുറ്റബോധം അല്ലെങ്കിൽ ആ മനസാക്ഷി കുത്തു തുടങ്ങാൻ തുടങ്ങി. കാരണം അത്രത്തോളം ഒരു കുടിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നത് എന്ന ഒരു കുറ്റബോധം തോന്നി. And I heard him say, my daughter, she is just turned 15. ഈ സമയത്ത് പുറത്തു നിന്ന് ആ ഫിഷർമാൻ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? മൈ ഡോട്ടർ, എന്റെ മകള്, ഷീ ഈസ് ജസ്റ്റ് ടേൺഡ് 15. അവൾക്ക് 15 വയസ്സായിട്ടേ ഉള്ളൂ. ആൻഡ് ഫീൽ ഹർ ആൻഡ് ഐ വിൽ ബി ബാക്ക് സൂൺ. യുവർ ബസ് ലീവ്സ് അറ്റ് 9. അദ്ദേഹം പറഞ്ഞു, ഐ വിൽ കം ബാക്ക് സൂൺ. ഞാൻ വേഗം വരാം. യു ക്യാൻ എൻജോയ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇപ്പോ ആസ്വദിക്കാം. കാരണം അവള് ഇപ്പൊ 15 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം. ആ ഒരു സമയം കൊടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. ആൻഡ് ഹി റിമൈൻഡ്സ് ഹിം ദാറ്റ് യുവർ ബസ് ലീവ്സ് അറ്റ് 9. 9 മണിക്ക് നിങ്ങളുടെ ബസ് പോകും എന്നുള്ള കാര്യവും സ്പീക്കറെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. ആൻഡ് ഹി ലീവ്സ് ദാറ്റ് പ്ലേസ്. ആ സ്ഥലം വിട്ട് അദ്ദേഹം ഫിഷർമാൻ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ട് ഹീസ് ജസ്റ്റ് പിമ്പി ഹിസ് ഡോട്ടർ. തന്റെ മകൾക്കൊരു പിമ്പായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും അദ്ദേഹം പോകുന്നു. ആൻഡ് ദ സ്കൈ ഫെൽ ഓൺ മീ. The sky fell on me means there exists darkness and a father's exhausted wife. A father's exhausted wife means cry. ഒരു പിതാവിന്റെ, കാരണം it is because of the extreme hunger. ആ ഒരു എക്സ്ട്രീം ഹങ്കറിലാണ്, മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഹി ഈസ് പിമ്പിങ് ഹിസ് ഡോട്ടർ. തന്റെ മകളെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നു. സോ വി ക്യാൻ സീ ഓർ വി ക്യാൻ ഹിയർ ദ ക്രൈ ഓഫ് എ ഫാദർ. അദ്ദേഹത്തിന്റെ ഒരു എക്സോസ്റ്റഡ് ക്രൈ, ആ ഒരു എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ്, വളരെ ക്ഷീണിച്ച ആ ഒരു കരച്ചിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ലോങ് ആൻഡ് ലീൻ, her ears were cold as rubber. And she is a long and lean, നീണ്ട പെൺകുട്ടി. And her ears were cold as rubber. അവളുടെ ആ ഒരു 15 വയസ്സിന്റെ ആ ഒരു ഊർജ്ജമൊന്നുമില്ല. ഷീ ഈസ് സോ കോൾഡ് ആസ് എ റബ്ബർ. റബ്ബർ പോലെ തണുത്ത പെൺകുട്ടി. ദാറ്റ് മീൻസ് ഷീ നോസ് നത്തിങ്. ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി. അത്രത്തോളം പാവമായിട്ടുള്ള ആ ഒരു അങ്ങനെയുള്ള ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും, എന്താണെന്ന് പോലും സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്താണെന്ന് പോലും അറിയാത്ത ഒരു പെൺകുട്ടി, ആ ഒരു പ്രായം. ആൻഡ് ഷീ ഓപ്പൺഡ് ഹെർ വോമി ലെഗ്സ് വൈഡ്. ആൻഡ് ഷീ ഓപ്പൺഡ് ഹെർ വോമി ലെഗ്സ്. ഹിയർ വി ക്യാൻ സീ എ മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻ. മെറ്റഫർ ആണ് വോമി ലെഗ്സ്. അവളുടെ വിരകളെ പോലെയുള്ള അവളുടെ കാലുകൾ, അത്രത്തോളം മെലിഞ്ഞുണങ്ങിയ ആ കാലുകൾ ഷീ വൈഡ്ലി ഓപ്പൺഡ് ബിഫോർ ഹിം. അദ്ദേഹത്തിന്റെ മുന്നിൽ ആ കാലുകൾ അവൾ തുറന്നു വെച്ചു. ആൻഡ് ഐ ഫെൽറ്റ് ദ ഹങ്കർ there. And she opened her legs and he satisfied himself. He engaged in that sexual interaction and he finds satisfaction. I felt the hunger there and the other one, the fish slithering, turning inside.
And at the same time, I can satisfy my bodily hunger. എൻ്റെ ശരീരത്തിൻ്റെ ഹങ്കർ എനിക്ക് ശമിപ്പിക്കാൻ സാധിച്ചു. But the other one means but the fish slithering turning inside. In my mind there is fish slithering. Slithering means മീൻ്റെ പെടച്ചിൽ പോലെയുള്ള ഒരു പെടച്ചിൽ. That means the prick of conscience. അവിടെ ആ ഒരു മനസാക്ഷി കുത്ത്. ഇവിടെ ചെറിയ പെൺകുട്ടിയാണ്, 15 വയസ്സുള്ള പെൺകുട്ടി. അങ്ങനെ ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചു എന്നുള്ളൊരു കുറ്റബോധം. അതോടൊപ്പം തന്നെ ഒരു അച്ഛനാണ് മകളെ കൂട്ടിക്കൊടുത്തത്, അങ്ങനെയുള്ള ആ ഒരു കുറ്റബോധം. അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കുറ്റബോധം. ഇതൊക്കെ ഒരു കുറ്റബോധമായി മനസ്സിൽ കിടക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത് ദ ഫിഷ് സ്ലിതറിങ് ടേണിങ് ഇൻസൈഡ്. ഒരു നിമിഷത്തെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ആഹ്ലാദത്തിന് വേണ്ടി ഒരു കാലം മുഴുക്ക, ഒരു ജീവിതം മുഴുക്ക ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതാണ് ഇവിടെ മറ്റൊരു വശത്ത് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ വി ക്യാൻ സീ ദ പാട്രിയാർക്കൽ സൊസൈറ്റി ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് വിമൻ. സ്ത്രീകളുടെ അവസ്ഥ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഇവിടെ ഒരർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ദ പേഴ്സൺ ഓർ ഇറ്റ് ഈസ് ദ മെയിൽ പീപ്പിൾ ഹു ഡിസൈഡ്സ് ദ ഫേറ്റ് ഓഫ് വിമൻ. ആണുങ്ങളാണ് പെണ്ണുങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് എന്ന ഒരു പാട്രിയാർക്കൽ സമൂഹത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ the inability of women to protest against the inequalities. അസമത്വത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത പെൺ സമൂഹത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് what is the title significance? ഹങ്കർ എന്നതിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. At one side it represents the sexual hunger and at the other side it represents the real hunger or the hunger of stomach. These are the main points. Hope you enjoyed it. Thank you.